ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് മൂന്നാമത്തെ ക്ലാസ്സാണ്. ഇതുവരെയുള്ള ക്ലാസ്സിൽ നമ്മൾ ഫോഴ്സ് എന്താണ്, ലോസ് ഓഫ് മോഷനിൽ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, അതുപോലെ ഇനേർഷ്യ എന്താണെന്ന് എന്നീ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് ആ ക്ലാസ്സുകൾ കൂടെ കണ്ടിട്ട് ഈ ക്ലാസ് കാണുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊമെൻറ്റത്തെ പറ്റിയിട്ടും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തെ പറ്റിയിട്ടുമാണ്. അപ്പോൾ മൊമെൻറ്റം എന്താണെന്നും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്താണെന്നും അപ്പോൾ നമുക്ക് ഇതുവരെ അറിയുന്ന ഒരു നമ്മുടെ ന്യൂസ് അനുസരിച്ച് നമ്മുടെ ടേം 1 എക്സാമിന് മിക്കവാറും ഈ പറയുന്ന ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം വരെയുള്ള ഭാഗമായിരിക്കും ഉണ്ടാവുക. നമ്മളെന്തായാലും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് പോകും. എങ്കിലും പല സോഴ്സുകളിൽ നിന്ന് പറയുന്നതനുസരിച്ച് മിക്കവാറും ഈ പറയുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റോ അതിൻ്റെ ചോദ്യങ്ങളും വരെ ആയിരിക്കും ഉള്ളത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യും, കവർ ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെയും പോലെ ആദ്യം ഈ മൊമെൻറ്റം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ചോദ്യങ്ങളോട്ട് വരാം. അപ്പോൾ എന്താണ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ, ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഒബ്ജക്റ്റിനകത്തുള്ള മോഷൻ്റെ അളവ് എന്ന് ഓർത്ത് വയ്ക്കുക. ഒരു ഒബ്ജക്റ്റ് എത്രത്തോളം മൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിലെ മോഷൻ്റെ അളവ് ആണെന്തെന്ന് പറയുന്നത് മൊമെൻറ്റം എന്ന് പറയുന്നത്. ഇത് അത്ര പറഞ്ഞ് ഫലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ ഒരു തെങ്ങ് നിൽക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു തെങ്ങാണ്. ഈ തെങ്ങിൽ തേങ്ങയുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന എക്സാമ്പിളാണ്. ഈ തേങ്ങ എന്ത് ചെയ്യാണ്, താഴേക്ക് വീഴുകയാണ്. ഇവിടെ തറയിൽ മണലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ തേങ്ങ വന്ന് വീഴുന്ന ഭാഗത്ത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. തൊട്ടടുത്ത് ഇതിനേക്കാളും ഉയരം കൂടിയ മറ്റൊരു തെങ്ങുണ്ടെന്ന് വിചാരിക്കുക. ആ തെങ്ങിൽ നിന്നും ഇതേ വലിപ്പമുള്ളൊരു തേങ്ങ താഴോട്ട് വീഴുന്നു എന്ന് വിചാരിക്കുക. അതും ഇവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ ഒന്നാമത്തെ തേങ്ങ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനേക്കാൾ കൂടുതലായിരിക്കും രണ്ടാമത്തേത്. കാരണം എന്താണ്, അത് കൂടുതൽ ദൂരം സഞ്ചരിച്ചു, അല്ലേ, കൂടുതൽ ഉയരത്തിൽ നിന്നാണ് വീഴുന്നത്. അപ്പോൾ ഈ കൂടുതൽ ഉയരത്തിൽ നിന്ന് വീഴുന്ന കാരണം ഈ പറയുന്ന രണ്ടാമത്തെ കേസിൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടുതലായിരിക്കും, അല്ലേ. ആദ്യം വന്ന് വീഴുന്നതിനേക്കാളും വെലോസിറ്റി രണ്ടാമത്തെ കേസിൽ കൂടുതലായിരിക്കും. അപ്പോൾ വെലോസിറ്റി കൂടിയപ്പോൾ ഒരേ മാസമുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ പോലും അത് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതിൻ്റെ അർത്ഥം അതിന് കൂടുതൽ മോഷൻ ഉണ്ടായിരുന്നു എന്നാണ്. ആണല്ലോ. ഇതുപോലെ ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ആ ഒബ്ജക്റ്റിൻ്റെ മാസ് നമുക്ക് ഊഹിക്കാൻ പറ്റും. എന്നാൽ രണ്ടാമത് വരുന്ന സാധനമാണ് എന്ത്, വെലോസിറ്റി. എന്താണ് വെലോസിറ്റി? അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ മാസും വെലോസിറ്റിയും അത് എത്രത്തോളം മോഷൻ ഉണ്ട് എന്നതിന് തീരുമാനിക്കും. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും, അതൊരു മറ്റൊരു ഒബ്ജക്റ്റിനോട് തട്ടുമ്പോഴോ അല്ലെങ്കിൽ എത്രത്തോളം അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് തീരുമാനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് മാസും മറ്റൊന്ന് വെലോസിറ്റിയും. ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിക്കോ. ഒരു സൈക്കിളുണ്ട്. ഓക്കെ, ഇതൊരു സൈക്കിളാണ്. സൈക്കിൾ ഒരാൾ ഓടിച്ചു പോവുകയാണ്. തൊട്ടപ്പുറത്തായിട്ട് ഒരു വലിയ ലോറി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ലോറി ഉണ്ട്, ഒരു സൈക്കിളുണ്ട്. ഈ ലോറിയും സൈക്കിളും പോകുന്ന ഒരേ വെലോസിറ്റിയിലാണ്. ഞാൻ പറയണം 5 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റിയിൽ ഈ ലോറിയും സൈക്കിളും പോകുന്നു എന്ന് വിചാരിക്കുക. ഇത് വഴിവെക്കത്ത് നിൽക്കുന്ന ഒരാളെ വന്ന് തട്ടുന്നു എന്ന് വിചാരിക്കുക. ലോറി വന്ന് തട്ടുന്നു, മറ്റൊരാളെ ഇതേ സൈക്കിൾ വന്ന് തട്ടുന്നു. രണ്ട് സഞ്ചരിക്കുന്ന വെലോസിറ്റി ഒന്നാണല്ലോ. എങ്കിലും രണ്ടുപേരിലും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന ആരായിരിക്കും? ഉറപ്പായിട്ടും അത് നമ്മുടെ ഈ പറയുന്ന ലോറി ആയിരിക്കും. കാരണം ലോറിയുടെ മാസ് എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ മാസ് കൂടുമ്പോഴും ഈ പറയുന്ന ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കൂടും. ആദ്യത്തെ എക്സാമ്പിളിൽ നമുക്ക് മനസ്സിലായി വെലോസിറ്റി കൂടുമ്പോഴും ഇമ്പാക്റ്റ് കൂടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ അത് മൂവ് ചെയ്യുന്ന സമയത്ത്, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒബ്ജക്റ്റിൻ്റെ മാസിനെ ആ ഒബ്ജക്റ്റ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വെലോസിറ്റി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മൊമെൻറ്റം എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? മൊമെൻറ്റം. ഫിസിക്സിൽ പി എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ മൊമെൻറ്റത്തിന് ഡിനോട്ട് ചെയ്യുന്നത്. സോ പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി. ദാറ്റ് ഈസ് മൊമെൻറ്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ എന്താണ് മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം യൂണിറ്റ് എഴുതുന്നത് എപ്പോഴും നമ്മൾ ഇക്വേഷനിൽ നിന്നാണ്. മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് SI യൂണിറ്റ് കിലോഗ്രാം ആണ്. വെലോസിറ്റിയുടെ എന്താണ്, മീറ്റർ/സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം മീറ്റർ/സെക്കൻഡ്. അപ്പോൾ വാട്ട് ഈസ് മൊമെൻറ്റം? മൊമെൻറ്റം ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് കാണിക്കുന്നത് മൊമെൻറ്റമാണ്. ഇനി നിങ്ങളുടെ അറിവിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓർത്ത് വയ്ക്കുക, ഒബ്ജക്റ്റിൻ്റെ മോഷൻ്റെ അളവാണെന്ത്, മൊമെൻറ്റം എന്ന് പറയുന്നത്.
ഒരു ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം കൂടുതലാണെങ്കിൽ ആ ഒബ്ജക്റ്റ് കൂടുതൽ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, കാര്യം പിടികിട്ടി കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കാര്യത്തിലോട്ട് പോകുന്നു. മൊമെൻറ്റം ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ പി ആണ്. ഓക്കെ, എന്താണ് മൊമെൻറ്റം? ദ മൊമെൻറ്റം ഓഫ് എ ബോഡി ഇൻ മോഷൻ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് മാസ് ആൻഡ് വെലോസിറ്റി, ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു എം വി. ഫോഴ്സിനെ പോലെ തന്നെ മൊമെൻറ്റവും എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കാരണം വെലോസിറ്റി എന്ന് പറയുന്നത് വെക്റ്ററാണ്. അപ്പോൾ മൊമെൻറ്റം എന്ന് പറയുന്നതും വെലോസിറ്റിയുടെ ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ദ ഡയറക്ഷൻ ഓഫ് മൊമെൻറ്റം ഈ സെയിം ആസ് ദാറ്റ് ഓഫ് വെലോസിറ്റി. എന്താണ് യൂണിറ്റ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എന്താ നമ്മളിവിടെ ഈ കൊടുത്തേക്കുന്ന ഈ ഒരു സംഭവം? ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊമെൻറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ്. നമ്മളിതിനെ വിളിക്കുന്ന പേര് ന്യൂട്ടൺസ് ക്രാഡിൽ എന്നാണ്. ഓക്കെ, ന്യൂട്ടൺസ് ക്രാഡിൽ. ഇവിടെ സംഭവം സിമ്പിളാണ്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ഈ പറയുന്ന ഇരുമ്പ് ബോളുകളെല്ലാം മുകളിലോട്ട് ഇങ്ങനെ കെട്ടി വെച്ചേക്കാണ്. നമ്മൾ ഇവിടെ നിന്ന് ഒരു ബോളിനെ ഇങ്ങോട്ട് തട്ടി വിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഒരു ബോൾ ഇത് ആദ്യം നിന്ന പൊസിഷനിലോട്ട് വരും. നേരെ മറിച്ച് 2 ബോളിനെ ഒരുമിച്ച് തട്ടിയാൽ ഇവിടുന്ന് 2 ബോൾ അങ്ങോട്ട് പോകും. 3 ബോളിനെ തട്ടിയാൽ ആ 3 ബോൾ ഇവിടുന്ന് എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ വരുന്ന ഒബ്ജക്റ്റ്, അതിൻ്റെ മാസ്, വെലോസിറ്റി, അത് കാരണം ഇവിടെ കൊടുക്കുന്ന ഇമ്പാക്റ്റ് എന്ത് ചെയ്യുന്നു? ഈക്വലായിട്ട് ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഈ മൂവ് ചെയ്യുന്ന സംഭവം, ഈ പറയുന്ന ഇമ്പാക്റ്റ്, ഇതാണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ മൊമെൻറ്റം എന്ന് പറയുന്നത്. സോ ഇത്രയും കൺഫ്യൂഷനിലോട്ടൊന്നും പോകണ്ട, നേരത്തെ പറഞ്ഞ കാര്യം ഓർത്ത് വെച്ചാൽ മതി. മൊമെൻറ്റം എന്ന് വെച്ചാൽ എന്താണ്? മാസിൻ്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റാണ്. ഈ പറയുന്ന മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റ് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, അല്ലേ? നോക്കിയേ, such an impact can be exerted only by a body in motion. This property of a body in motion is moment. അല്ലേ, ഇങ്ങനെ ഒബ്ജക്റ്റ് മോഷനിലുള്ളൊരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് തട്ടുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്നോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അളവെന്നോ നമുക്ക് എന്തിനെ വിളിക്കാം? മൊമെൻറ്റത്തെ വിളിക്കാം. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? മൊമെൻറ്റം എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? മൊമെൻറ്റം എന്ന് പറയുന്നത്. ഈ എക്സ്പെരിമെൻറ്റിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മൊമെൻറ്റത്തിന് എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. എന്തൊക്കെയായിരിക്കും അത്? ഈ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ മാസ്, അതുപോലെ തന്നെ അത് ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒരു ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസിൻ്റെയും വെലോസിറ്റിയാണ്. സോ മൊമെൻറ്റം എന്ന് വെച്ചാൽ മാസിൻ്റെ വെലോസിറ്റിയാണ്. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് ഡിറൈവ് ചെയ്തെടുത്തു. എന്താണത്? ഓക്കെ, യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ചോദ്യങ്ങളുണ്ട്. നമുക്ക് ആ ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. മൊമെൻറ്റത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്ത് തുടങ്ങാം. ഓരോ ചോദ്യമായിട്ട് നോക്കുക. ഒന്നാമത്തെ ചോദ്യം നോക്കുക. കാൽക്കുലേറ്റ് ദ മൊമെൻറ്റം ഓഫ് എ ബോഡി ഓഫ് മാസ് 200 കിലോഗ്രാം മൂവിങ് വിത്ത് വെലോസിറ്റി ഓഫ് 16 മീറ്റർ പെർ സെക്കൻഡ്. സിമ്പിൾ ഡയറക്റ്റ് ചോദ്യമാണ്. ചോദ്യം വായിക്കുക. തന്നിട്ടുള്ളത് എന്താണെന്ന് എടുത്തെഴുതുക. ഇവിടെ പറയുന്നത് 200 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 200 കിലോഗ്രാം ആണ്. ഓക്കെ, ഈ 200 കിലോഗ്രാം മാസോടെ ഒബ്ജക്റ്റ് സഞ്ചരിക്കുന്ന വെലോസിറ്റി എത്രയാണ്? അത് 16 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ കാൽക്കുലേറ്റ് ഇറ്റ്സ് മൊമെൻറ്റം കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്കറിയാം മൊമെൻറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണത്? അത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 200 കിലോഗ്രാം ആണ്. എസ് ഐ യൂണിറ്റ് കിലോഗ്രാം ആണ്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, യൂണിറ്റ് ഒന്നും തന്നെ മാറ്റേണ്ട ആവശ്യം ഇല്ല. ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 16 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ എത്രയാണ്? 3.200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്താ ഇവിടുത്തെ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ചോദ്യം. നെക്സ്റ്റ് ചോദ്യം. ദ മൊമെൻറ്റം ഓഫ് എ ബോഡി മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ് ഈസ് 200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ഇറ്റ്സ് മാസ്? സെയിം ഫോർമുല റീഅറേഞ്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. 200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് മൊമെൻറ്റത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അതിൻ്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അതിൻ്റെ മാസ് എത്രയെന്നാണ് ചോദിച്ചേക്കിട്ട്. എന്താ ഈ ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതുക. വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണത്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്.
മൊമെൻറ്റം തന്നിട്ടുണ്ട്. എത്രയാണത്? 200 യൂണിറ്റൊക്കെ ശ്രദ്ധിച്ചോളണേ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മാസ്സാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഫോർമുല എഴുതാം. പി ഇസ് ഈക്വൽ ടു എന്താണ്? എം ഇൻറ്റു വി എന്നാണ്. അതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എം ആണ്. അപ്പോൾ വി എന്ത് ചെയ്യും? ഈക്വൽ ടു ഇപ്പുറത്ത് പോവും, മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. സോ പി ബൈ വി ഇസ് ഈക്വൽ ടു എം എന്ന് വരും. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് തിരിച്ചെഴുതാം. ഇറ്റ് ഇസ് മാസ് ഈസ് ഈക്വൽ ടു പി ബൈ വി, ദാറ്റ് ഈസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ വെലോസിറ്റി എത്രയാണ്? 20. 0 വെട്ടിപ്പോവും. നമുക്ക് എത്ര കിട്ടും? 200/20 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 കിലോഗ്രാം ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോകാമല്ലോ. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ മൊമെൻറ്റം ഓഫ് എ ബുള്ളറ്റ് ഓഫ് മാസ് 60 gram മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 200 meter per second. വാട്ട് ഈസ് ഇറ്റ്സ് മൊമെൻറ്റം വെൻ ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ്? അപ്പോൾ രണ്ട് ചോദ്യമുണ്ട്. ഒന്ന് മൊമെൻറ്റം കണ്ടുപിടിക്കണം. ആരുടെ മൊമെൻറ്റം കണ്ടുപിടിക്കണം? ഒരു ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം കണ്ടുപിടിക്കണം. ബുള്ളറ്റിൻ്റെ മാസ് തന്നിട്ടുണ്ട്. എത്രയാണത്? 60 gram ആണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് കിലോഗ്രാമിലാണ്. കിലോഗ്രാമിൽ നിന്ന് കിലോഗ്രാമിലാണ്. അപ്പോൾ ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 60ന് നമ്മൾ എന്ത് ചെയ്യുവാണ്? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. കാരണം 1000 ഗ്രാമാണ് ഒരു കിലോഗ്രാം. അപ്പോൾ നമുക്കറിയാം എത്ര? 3 സ്ഥാനം മാറ്റുമ്പോൾ 0.06 കിലോഗ്രാം എന്ന് നമുക്ക് എന്ത് കിട്ടും? മാസ് കിട്ടും. അപ്പോൾ അത് ആദ്യം തന്നെ അങ്ങ് എഴുതി വയ്ക്കുക. പിന്നെ ചെയ്യുമ്പോൾ തെറ്റാൻ നിൽക്കേണ്ട. സഞ്ചരിക്കുന്ന വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണത്? 200 മീറ്റർ പെർ സെക്കൻഡ് ആണ്. യൂണിറ്റ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് മൊമെൻറ്റമാണ്. മൊമെൻറ്റത്തിൻ്റെ ഫോർമുല എന്താണ്? അത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. സോ നമുക്ക് എടുക്കാം പി ഇസ് ഈക്വൽ ടു മാസ് എത്രയാണ്? 0.0 സോറി ജലദോഷമാണ്, ഒന്ന് തുമ്മിയത്. അപ്പം 0.06 ഇൻറ്റു സോറി ഒന്ന് മാറ്റോട്ടെ. ഓക്കെ, അപ്പോൾ മൊമെൻറ്റം എന്ന് പറയുന്നത് പി ഇസ് ഈക്വൽ ടു എന്താണ്? മാസ് 0.06 ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് 200 ആണ്. ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദേ ഇവിടെ കിടക്കുന്നത് കണ്ടോ? ഇതിനെ സിംപ്ലിഫൈ ചെയ്യാതെ എഴുതിയാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാം. എങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, 60/1000 ആണല്ലോ ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് മാസം എന്ന് പറയുന്നത്. ഇൻറ്റു 200 ചെയ്താൽ മതി. കാരണം 0.06 മൾട്ടിപ്ലൈ ആറിനകത്ത ബുദ്ധിമുട്ടുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പോൾ 0 വെട്ടിപ്പോകും. നമുക്ക് എത്ര കിട്ടും? 60 ഇൻറ്റു 2/10 എന്ന് കിട്ടും. ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമല്ലേ ഈ പറയുന്ന 60 ഇൻറ്റു 2/10. 60 ഇൻറ്റു 2 എത്രയാണ്? നമുക്കറിയാം ഉത്തരം 120 ആണ്. സോ 120/10. 0 വെട്ടിപ്പോകുമ്പോൾ നമുക്ക് മൊമെൻറ്റം എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 12 എന്ന് കിട്ടും. എത്ര കിട്ടും? 12 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, എത്ര കിട്ടും? 12 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ഇവിടുത്തെ മൊമെൻറ്റം കിട്ടും. ഓക്കെ, എത്ര കിട്ടും? 12 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമുക്ക് ഇവിടുത്തെ എന്ത് കിട്ടുന്നത്? നമുക്ക് മൊമെൻറ്റം കിട്ടുന്നത്. കിലോഗ്രാം ആണ്. വേണമെങ്കിൽ നമുക്കിതിനെ എന്ത് ചെയ്യാം? ഗ്രാമിലോട്ട് മാറ്റാം. എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാമിലോട്ട് മാറ്റാം. അതിൻ്റെ ആവശ്യമില്ല. രണ്ടാമത്തെ ഭാഗം ചോദ്യത്തിൽ പറയുന്നത് വാട്ട് ഈസ് ഇറ്റ്സ് മൊമെൻറ്റം വെൻ ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ് എന്നാണ്. നമുക്കറിയാം റെസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.06 ഇൻറ്റു 0 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ എന്താണ്? 0 ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഓക്കെ, എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളാണ്. മൊമെൻറ്റത്തിനുണ്ടാവുന്ന ചേഞ്ച്. അപ്പോൾ ഫിസിക്സിനകത്ത് നമ്മൾ എവിടെയെങ്കിലും ഈ റേറ്റ് എന്നൊരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ഓക്കെ, സമയത്തിനനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മൊമെൻറ്റത്തിൽ ഉണ്ടായ മാറ്റം. ഒക്കെ നമുക്കറിയാം സിമ്പിളായിട്ട് മൊമെൻറ്റത്തിൻ്റെ ഫോർമുല എന്താണ്? മൊമെൻറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് തന്നെ പറയുന്ന ഫോർമുല എന്താണത്? മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ് അല്ലേ? മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററൊക്കെ പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം. നമ്മൾ 2 തരം വെലോസിറ്റിയെ പറ്റി പറയും. ഏതൊക്കെയാണത്? ഒന്ന് ഇനീഷ്യൽ വെലോസിറ്റി, നമ്മളതിനെ എന്തെന്ന് വിളിക്കും? യു എന്ന് വിളിക്കും. പിന്നെ വരുന്നതാണ് എന്ത്? ഫൈനൽ വെലോസിറ്റി.
അത് നമ്മൾ എന്ത് വിളിക്കും? വി എന്ന് വിളിക്കും അല്ലേ? അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ആദ്യം സഞ്ചരിച്ചുകൊണ്ടിരുന്ന വെലോസിറ്റി യുവും പിന്നെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വെലോസിറ്റി വിയും. മാസിന് നോർമലി മാറ്റം വരാറില്ല. അപ്പോൾ എന്തായിരിക്കും ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റി ഇൻറ്റു മാസ് ആണെങ്കിൽ ഇനീഷ്യൽ മൊമെൻറ്റം എന്തായിരിക്കും? ഇപ്പോൾ ഫൈനൽ മൊമെൻറ്റം എന്ന് വെച്ചാൽ ഫൈനൽ വെലോസിറ്റി ഇൻറ്റു മാസ്. അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ കാർ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാറിൻ്റെ മാസ് എം ആണ്, ഇതിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വെലോസിറ്റി യു ആണ്. പെട്ടെന്ന് നമ്മൾ ആക്സിലറേറ്റർ കൊടുത്തു, എന്ത് ചെയ്തു? കാറിൻ്റെ വേഗത കൂടി. അപ്പോൾ വേഗത കൂടുമ്പോൾ വെലോസിറ്റി യുവിൽ നിന്ന് വിയിലോട്ട് മാറി, മാസിന് മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം ഒബ്ജക്റ്റിനുണ്ടായിരുന്ന മൊമെൻറ്റം എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എത്രയെന്ന് പറയും? അപ്പോൾ ഉണ്ടായിരുന്ന മാസ് ഇൻറ്റു അപ്പോൾ ഉണ്ടായിരുന്ന വെലോസിറ്റി എം ഇൻറ്റു യു. അതാണ് എന്ത്? ഇനീഷ്യൽ മൊമെൻറ്റം ഐ എന്ന് പറയുന്നത്. അല്ല, ഇനീഷ്യൽ മൊമെൻറ്റം ഐ എന്ന് പറയേണ്ട, ഇനീഷ്യൽ മൊമെൻറ്റം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇപ്പോൾ എടുത്ത രണ്ടാമത്തെ മൊമെൻറ്റം, ഫൈനൽ മൊമെൻറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് മൊമെൻറ്റത്തിൽ ഉണ്ടായ മാറ്റം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇപ്പോൾ എം വി ഉണ്ട്, നേരത്തെ എം യു ആയിരുന്നു. അപ്പോൾ മൊമെൻറ്റത്തിൽ ഉണ്ടായ മാറ്റം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഫൈനൽ മൊമെൻറ്റമായ എം വി മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റമായ എം യു. അതാണ് എന്ത്? ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത്. ആണോ അല്ലേ? അത് നമ്മൾ എന്ത് വിളിക്കും? ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് എം ഇൻറ്റു വി ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബൈ ടൈം. അപ്പോൾ ഇതാണ് എന്ത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. മൊമെൻറ്റത്തിന് സമയത്തിനനുസരിച്ചുണ്ടായ മാറ്റം എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ചേഞ്ച് ഓഫ് മൊമെൻറ്റം വിത്ത് ടൈമിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റ് ആദ്യം ഉണ്ടായിരുന്ന മൊമെൻറ്റത്തിന് നമ്മൾ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ എം ഇൻറ്റു യു എന്ന് എടുക്കും. അവസാനം പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന മൊമെൻറ്റത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഫൈനൽ മൊമെൻറ്റം എന്ന് വിളിക്കുക. നമ്മൾ എങ്ങനെ വിളിക്കും? എം ഇൻറ്റു വി എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റത്തിലുണ്ടായ മാറ്റത്തിന് നമ്മൾ എന്ത് വിളിക്കാം? എം ഇതെങ്ങനെയാണ് കിട്ടിയെന്നറിയാവോ? എം വി മൈനസ് എം യു. രണ്ടിടത്ത് എം കോമൺ ആയപ്പോൾ നമ്മൾ എമ്മിനെ പുറത്തെടുത്തിട്ട് എന്ത് എഴുതു? വി മൈനസ് യു എന്ന് എടുത്തു. അതാണ് ഇതായി കിട്ടിയേക്കുന്നത്, എം ഇൻറ്റു വി മൈനസ് യു. അപ്പോൾ ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇതാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് വെച്ചാൽ എന്താണ്? റേറ്റ് എന്ന് വെച്ചാൽ ഡിവൈഡ് ബൈ ടൈം. സോ എം വി മൈനസ് യുവിൻ്റെ കൂടെ നമ്മൾ ടൈമും കൂടെ ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി? സമയത്തിനനുസരിച്ച് ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റത്തിലുണ്ടായ മാറ്റം നമുക്ക് കിട്ടി. സിമ്പിളല്ലേ? ഓക്കെ അല്ലേ? ഇതാണ് ഇവിടെ പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിൽ എന്ത് ചെയ്യുന്നത് പറയുന്നു. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമുക്ക് ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് ചെയ്യാം. എ ബോഡി ഓഫ് മാസ് 20 കിലോഗ്രാം. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ ഇപ്പോഴത്തെ മാസ് എന്ന് പറയുന്നത് 20 കിലോഗ്രാം ആണ്. ഓക്കെ, 20 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിപ്പോൾ എന്തിലിരിക്കുകയാണ്? റെസ്റ്റിലിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോഴത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. എത്ര സെക്കൻഡ് സമയത്തേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്തത്? 5 സെക്കൻഡ് സമയത്തേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഈ റെസ്റ്റ് ഇരുന്ന 20 കിലോഗ്രാം മാസുള്ള ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0-ൽ നിന്ന് എത്രയായിട്ട് മാറി? 30 മാറി. അപ്പോൾ ഇപ്പോഴത്തെ വെലോസിറ്റിയാണ് എത്ര? 30 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? രണ്ട് കേസിലും മാറ്റമൊന്നുമില്ല, 20 കിലോഗ്രാം ആണ്. ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റി എത്രയാണ്? അത് 0 അവസാനം ഉണ്ടായിരുന്ന വെലോസിറ്റി എത്രയാണ്? അത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മൊമെൻറ്റം എന്ന് പറയുന്നത് 2 മൊമെൻറ്റം ഉണ്ട്. ഏതൊക്കെയുണ്ട്? ഒന്ന് ഇനീഷ്യൽ മൊമെൻറ്റം, ഞാൻ പി എന്നിടുകയാണ്. പിന്നെ എന്തുണ്ട്? അതുപോലെ എന്തുകൂടിയുണ്ട്? ഫൈനൽ മൊമെൻറ്റവും ഉണ്ട്. എന്താണ് ഇവിടുത്തെ ഇനീഷ്യൽ മൊമെൻറ്റം? ഞാൻ ഐ പി എന്നിടുകയാണ്. എന്താണ് ഇനീഷ്യൽ മൊമെൻറ്റം? എം ഇൻറ്റു യു. എത്രയായിരിക്കും അത്? 20 ഇൻറ്റു 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എന്താണ് ഇവിടുത്തെ ഫൈനൽ മൊമെൻറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ഇൻറ്റു വി എന്ന് വെച്ചാൽ എത്രയാണ്? 20 ഇൻറ്റു വി എത്ര? 30. അപ്പോൾ 20 ഇൻറ്റു 30 എത്രയാണ്? 600. എത്രയാണ്? 600 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് ഇവിടുത്തെ അതാണ് എന്താ ഫൈനൽ മൊമെൻറ്റം എന്ന് പറയുന്നത്. ചോദിച്ചേക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? നമുക്ക് നേരത്തെ ഫോർമുല ഡയറക്റ്റ് ആയിട്ടുണ്ട്, വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. എന്താണ്? ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 600 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 600 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇതില്ലാതെ ഡയറക്റ്റ് ആയിട്ടും കണ്ടുപിടിക്കാം. എന്താണ് ചേഞ്ച് മൊമെൻറ്റത്തിൻ്റെ ഫോർമുല? എം ഇൻറ്റു വി മൈനസ് യു. അതായത് 20 ഇൻറ്റു എത്ര? 30 മൈനസ് 0. 30 0 കുറച്ചാൽ 30 തന്നെ. അപ്പോൾ 20 ഇൻറ്റു 30 ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എത്രയെന്ന് കിട്ടും? 600 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ഉത്തരം കിട്ടും. ഓക്കെ, നമുക്ക് എത്ര കിട്ടും?
600 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് ഇവിടുത്തെ ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ചേഞ്ച് ഇൻ മൊമെൻറ്റം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. അത് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കണ്ടുപിടിക്കണം. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തുവാണ്? നമുക്കറിയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഞാൻ ഇവിടെ മുകളിലത്തെ ഒന്ന് മാച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ മുകളിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് മാച്ചിട്ട് എന്ത് ചെയ്യാണ്, പേന വരുന്നില്ലല്ലോ. ഓക്കെ, മുകളിൽ എഴുതിയിരിക്കുന്നത് മാച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ എഴുതാൻ പോവുകയാണ്. എന്ത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഫോർമുല? ഇപ്പോൾ പറഞ്ഞ് എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. എം ഇൻറ്റു വി മൈനസ് യു നമുക്ക് കിട്ടി എത്രയാണ്? 600 ബൈ ടി. ടൈം എത്രയാണ്? ടൈം ചോദ്യത്തിൽ പറയുന്നുണ്ടല്ലേ, 5 സെക്കൻഡാണ്. അപ്പോൾ എത്ര? ബൈ 5. സോ എത്രയാണ്? 600/5 എത്രയാണത്? അത് 120 അപ്പോൾ 120 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ് എന്ത് ഇവിടുത്തെ ചേഞ്ച് ഇൻ മൊമെൻറ്റം അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എ ബോഡി ഓഫ് മാസ് 100 കിലോഗ്രാം. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? ചോദ്യത്തിൽ പറയുന്നുണ്ട് 100 കിലോഗ്രാം ആണ്. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് അക്വേഴ്സ് എ വെലോസിറ്റി ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് u 0 ആയിട്ട് എടുക്കാം. അറ്റൈൻ ചെയ്ത വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി എടുത്ത സമയം പറയുന്നുണ്ട് എത്രയാണ്? 4ാമത്തെ സെക്കൻഡ് കിട്ടിയപ്പോൾ 4 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇനീഷ്യൽ മൊമെൻറ്റം, എന്താണ് ഫൈനൽ മൊമെൻറ്റം, ചേഞ്ച് ഓഫ് മൊമെൻറ്റം, വാട്ട് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം? സിമ്പിൾ ചോദ്യമല്ലേ. എന്താണ് ഇവിടുത്തെ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത്? ഞാൻ IP എന്ന് ഇടുകയാണ്. എന്താണത്? 100 ഇൻറ്റു u എത്രയാണ്? 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എന്താണ് ഫൈനൽ മൊമെൻറ്റം എന്ന് പറയുന്നത്? 100 ഇൻറ്റു വെലോസിറ്റി എത്ര? 30. അപ്പോൾ 100 ഇൻറ്റു 30 എത്രയാണ്? 100 ഇൻറ്റു 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 ആണ് അല്ലേ? എത്രയാണ്? 3000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ഫൈനൽ മൊമെൻറ്റം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എന്താണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം? ചേഞ്ച് ഇൻ മൊമെൻറ്റം നമുക്കറിയാം എന്താണത്? എം ഇൻറ്റു വി മൈനസ് യു, അല്ലെങ്കിൽ ഇവിടുന്ന് മറ്റേ ഇനിഷ്യൽ ഫൈനൽ മൈനസ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ 100 ഇൻറ്റു എന്താണ്? 30 മൈനസ് 0 ആണ്. അപ്പോൾ എത്രയാണ്? 3000 തന്നെയാണ് എന്തെന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം? എന്താണ് ഇവിടുത്തെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത്? എന്തായിരിക്കും? ഈ പറയുന്ന 3000ന് സമയമായിട്ടുള്ള എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് ഉത്തരം കിട്ടും. എത്രയാണത്? 750 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്തെന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ഇനി വരുന്നത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാമല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഭാഗത്തിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, ബൈ.